ഹലോ, ഈസിയായി പയറുതോരൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അല്പം കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം പയർ ഒതുക്കി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം പയർ വേവാനായി നമുക്കിത് മൂടി വയ്ക്കാം. പയർ വേകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ജീരകം, 3 ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളിയുടെ അല്ലി, 3 പച്ചമുളക് ഇവ ചേർത്ത് അരച്ചെടുക്കാം. പയറെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി ഇളക്കിയ ശേഷം വീണ്ടും 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കുക. 2 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നു വെച്ച് ഒരു 3 മിനിറ്റ് കൂടി ചെറിയ ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുക്കുക. പയറുതോരൻ റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ അല്ലേ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.